നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് പഠിക്കുന്നുണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു ഡയഗ്രാം പഠിക്കുന്നുണ്ട്. അതിൽ നമ്മളോട് ഒരു പോർഷനാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിൽ നമ്മൾ എന്താണ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബിസിനസിനെ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. അതിന്റെ ഒരു പോർഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ഡയഗ്രത്തിനെ ഒന്ന് പാർട്ട് ചെയ്യാം, ഒന്ന് വെട്ടാം. അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ആണ് വരുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. 3 ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ആണ് വരുന്നത്. ബേസിക്കലി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. റിസോഴ്സസിനെ യൂസ്ഫുൾ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതില് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസിംഗ്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ആൻഡ് ടേഴ്സറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ പിന്നെ വരുന്നതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ഓക്കെ ആണല്ലോ? സോ ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ എല്ലാ ഇൻഡസ്ട്രീസിന്റെയും എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. സോ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേച്ചർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് നാച്ചുറൽ റിസോഴ്സിന്റെ പ്രൊഡക്ഷന്, അതിന്റെ എക്സ്ട്രാക്ഷന്, അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസിന്റെ മൾട്ടിപ്പിൾസ്, അതായത് ഈ കോഴി വളർത്തുക, പശു വളർത്തുക, കൃഷി ചെയ്യുക, ഇത്തരത്തിലൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീനെയാണ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മക്കളെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. അതിൽ പേരിൽ പറഞ്ഞ പോലെ തന്നെ നേച്ചറിൽ നിന്നും യൂസ്ഫുൾ മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. നമുക്കറിയാലോ കോറികളൊക്കെ അല്ലെ. സോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രി. അതിൽ വരുന്നതാണ് മൈനിങ്, ഫാമിങ്, ഹണ്ടിങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് പോൾട്രി ഫാമിങ്, ഫിഷ് ഹാച്ചറി, ആനിമൽ ഹസ്ബൻഡറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജനറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്നത്. സോ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡസ്ട്രിയാണ്. സോ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രിയിലേക്ക് പോവാം. സോ നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രീന്റെ ഗുഡ്സ് യൂസ് ചെയ്തിട്ട് ഫൈനൽ കൺസംഷൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ കോട്ടൺ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ആ കൾട്ടിവേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫാക്ടറിയിലേക്ക് എത്തിക്കും അല്ലെ. ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അതെന്ത് ചെയ്യുന്നത്? ഡ്രസ് മെറ്റീരിയൽസ് ആയിട്ട് മാറ്റുന്നത്. ഡ്രസ് മെറ്റീരിയൽസ് ആയിട്ട് മാറ്റുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക, കോട്ടൺ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളത് റിലേറ്റഡ് വിത്ത് പ്രൈമറി ഇൻഡസ്ട്രി. പിന്നെ ഈ പ്രൈമറി ഇൻഡസ്ട്രീന്റെ കോട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഡ്രസ് മെറ്റീരിയൽ ആക്കി മാറ്റുന്നത്. സോ ഈ ഫാക്ടറി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി ട്ടോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോട്ടൺ അല്ലേ. കോട്ടൺ എന്ന് പറഞ്ഞ പ്രൈമറി ഇൻഡസ്ട്രീന്റെ പ്രോഡക്റ്റ് അല്ലേ. സോ അതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മെയിൻലി 2 ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ്, രണ്ടാമത്തതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അതിനകത്ത് നമുക്ക് എഗെയിൻ 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീന്റെ എക്സാമ്പിൾ ആണ് ഓയിൽ റിഫൈനറി, അതായത് പെട്രോളിയം പ്രോഡക്ട്സ് ആലോചിക്കട്ടോ. പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഒറ്റ പ്രോഡക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടായിരിക്കും. പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെട്രോൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡീസൽ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഒറ്റ എലിമെന്റിൽ നിന്നും ഒന്നിലധികം മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രീനെയാണ് നമ്മൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. അത് നിങ്ങൾ സിമെന്റ് ആലോചിക്കാം. അതായത് ഒന്നിലധികം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒറ്റ എലിമെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കും. ഇപ്പൊ സിമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈംസ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്, സാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഒന്നിലധികം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് സിമെന്റ് എന്നുള്ള ഒറ്റ ഒരു കാര്യമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീനെ നമ്മൾ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയും. ദെൻ പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് സക്സസീവ് സ്റ്റേജസ് ഉണ്ടായത് ഫൈനൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീനെയാണ് നമ്മൾ പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലൈക്ക് ഷുഗർ, പേപ്പർ, അതൊക്കെ ആലോചിക്കുക. അത് ഷുഗർ ആയി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് ഒരുപാട് സ്റ്റേജസിലൂടെ പോയതിനു ശേഷമാണ് അത് ഷുഗർ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് പേപ്പറും. പേപ്പർ എന്താണ്? ഒന്നിലധികം സ്റ്റേജസ് കഴിഞ്ഞതിന് ശേഷമാണ് അതെന്തായി മാറുന്നത്? പേപ്പർ ആയിട്ട് മാറുന്നത്. സോ അതാണ് നമ്മുടെ പ്രോസസിംഗ് ഇൻഡസ്ട്രി. പിന്നെ ലാസ്റ്റ് വൺ ആണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. എന്ന് വെച്ചാൽ എന്താണ്?
ഡിഫറെന്റ് കോമ്പണൻസ് ഒരുമിപ്പിച്ചിട്ട് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അത്തരത്തിലുള്ള ഇൻഡസ്ട്രീനെ അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയും. അതിലുള്ളതാണ് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, കാറൊക്കെ ആലോചിക്കുക കേട്ടോ. ഡിഫറെന്റ് പാർട്സ് ഉണ്ടായിരിക്കും, അതൊക്കെ ഒരുമിപ്പിച്ചിട്ട് ആ ഒരു കാർ എന്നുള്ള ഒറ്റ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിർമ്മിക്കും. അതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. സോ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ 4 ആൾക്കാരും. പിന്നെ നമുക്ക് വരുന്നതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ആണ്. അത് അതിന്റെ പേരിൽ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ഷനും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി. ലൈക്ക് എന്താണ്, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ആവാം, ഡാമിൻ്റെതാവാം, കനാല്, ബ്രിഡ്ജ്, റോഡ്, എന്തും ആവാം കൺസ്ട്രക്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, സോ സെക്കൻഡറി ഇൻഡസ്ട്രിയും കഴിഞ്ഞു. ദെൻ മൂന്നാമത് വരുന്നതാണ് മക്കളെ ടേർഷ്യറി ഇൻഡസ്ട്രി. ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി സെക്കൻഡറി ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് സർവീസസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലൈക്ക് എന്തൊക്കെയാവാം, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, അഡ്വർടൈസ്മെന്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരത്തിലുള്ള സപ്പോർട്ട് സർവീസസ് പ്രൈമറി സെക്കൻഡറി ഇൻഡസ്ട്രിക്ക് കൊടുക്കണ്ടേ, അതിനെയാണ് നമ്മൾ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡയഗ്രം പഠിച്ചു വെക്കുക. ഇതിലെ എല്ലാ ഇൻഡസ്ട്രീസിന്റെയും എക്സാമ്പിൾസ് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ.